പ്യുവർ ടെസ സിൽക്ക് സാരീസിന്റെ അതേ ഓതന്റിസിറ്റിയോടുകൂടി വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വരുന്നത് കേട്ടോ. പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്ന, പേൾ ക്രീമാണ്. പ്യുവർ നോയൽ ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ നല്ലൊരു കളർ പാലറ്റിലാണ്, ഒരു ലാവൻഡർ പേർപ്പിൾ കോമ്പിനേഷനിലാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഫുൾ സാരി ഒരു ലുക്ക് ആയിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ആസ് യൂഷ്വൽ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ പോർഷൻ കംപ്ലീറ്റ് നല്ലൊരു ജാൽ പാറ്റേണിലാണ്, ഒരു എമറാൾഡ് ഗ്രീൻ, ലാവൻഡർ, പേർപ്പിൾ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വിത്തൗട്ട് ബോർഡർ. നമ്മൾ പ്യുവർ ടെസറിൽ കാണുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ഗോൾഡൻ സെറി പാറ്റേൺസ് വന്നിട്ട് അതിൽ ഗീച്ച വുവൺ സ്റ്റൈലിലുള്ള സിമ്പിൾ പല്ലുവാണ് സാരിക്ക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. പ്ലെയിൻ വന്നിട്ട് ഇതേ പാറ്റേൺ തന്നെ, ഇതേ ഫ്ലോറൽ ജാൽ പാറ്റേണിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. സെയിം അതേ ഫാബ്രിക് തന്നെ കേട്ടോ. പ്യുവർ നോയൽ ടെസ സിൽക്ക് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ആ ഒരു ബേസ് കളർ വരുന്നതും പേൾ ക്രീമിൽ തന്നെയായിരിക്കും ബേസ് വരുന്നത്. ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻസ് മാറി മാറി വരും. ഇത് വരുമ്പോൾ നല്ലൊരു അക്വാ ഗ്രീനും സഫയർ ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനാണ് സാരിയിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരും. ഫുൾ നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. ബോർഡർലെസ് സ്റ്റൈലാണ് എല്ലാ സാരീസും വരുന്നത്. ഗീച്ച വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ പല്ലു, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു വർക്ക് ആയിരിക്കും കേട്ടോ സ്ലീവിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് മെറൂണും നല്ലൊരു അണിയൻ പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഇതായിരിക്കും ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ലീഫ് പാറ്റേൺസ് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു എമറാൾഡ് ഗ്രീനിലായിരിക്കും വരുന്നത്. വിത്തൗട്ട് ബോർഡർ, ഗീച്ച വുവൺ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ. യെല്ലോയും ഒരു ഡാർക്ക് മെറൂണും കൂടിയുള്ള കോമ്പിനേഷൻ ആട്ടോ സാരിയിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ ജാൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫുൾ ബോഡി വരിക. പ്യുവർ നോയൽ ടെസർ ആണ് കേട്ടോ സാരിയുടെ ഫാബ്രിക്. വിത്തൗട്ട് ബോർഡർ, ഗീച്ച വുവൺ പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്. എല്ലാ കളർ പാലറ്റും ഒന്നിനൊന്ന് നല്ലൊരു കോമ്പിനേഷൻസിലാണ് സാരി വരുന്നത്. ഇതിൽ വരുമ്പോൾ ഓക്സ്ഫോർഡ് ബ്ലൂവും നേവി ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ അതേ ജാൽ പാറ്റേൺ തന്നെ, വിത്തൗട്ട് ബോർഡർ, മുന്താണി വിത്ത് ബ്ലൗസ്. വളരെ സോഫ്റ്റ് കോമ്പിനേഷനിലാണ് അടുത്ത സാരി വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. പീച്ചും ഒരു മൗ ടോണും ആണ് സാരിയിൽ ഒരു ജാൽ പാറ്റേൺ ക്രോസ് സ്റ്റിച്ച് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നിട്ട് അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ജാൽ ഡിസൈൻസ് വരിക. ബോർഡർലെസ് സ്റ്റൈലായിട്ടോ എല്ലാ സാരീസും വരുന്നത്. സോഫ്റ്റ് പ്യുവർ നോയൽ ടെസ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേൾ ക്രീം ആണ്. ഓൾമോസ്റ്റ് എല്ലാ സാരീസിനെയും ആ ഒരു ബേസ് വന്നിട്ട് നല്ല ഡിഫറെന്റ് കളർ പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഇത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത സാരി ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സ് ആണ് ഫുൾ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. നല്ല ഫിനിഷിലാട്ടോ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബേബി പിങ്ക്, മെറൂൺ ആൻഡ് എമറാൾഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സും സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോട്ടീവ്സും വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട്. ആ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. നല്ല ഫിനിഷിലുള്ള ക്രോസ് സ്റ്റിച്ച് വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിലും വരിക. വിത്തൗട്ട് ബോർഡർ ആണ് എല്ലാ സാരീസും. ഒരു ഗീച്ച വീവില് ഗോൾഡൻ സെറി വുവൺ പാറ്റേണിലായിരിക്കും. സിമ്പിൾ പല്ലു ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും. സ്ലീവിൽ വരുമ്പോൾ ഫുൾ ഈ ഒരു വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലൂ ആണ്, ടർക്കോയിസ് ബ്ലൂ ആണ് സാരിയിൽ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. എമറാൾഡ് ഗ്രീൻ വിത്ത് ടർക്കോയിസ് ബ്ലൂ ആണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ എല്ലാം സെയിം തന്നെ. നമ്മൾ ആ ഒരു പ്യുവർ ടെസ സിൽക്കിന്റെ ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ലുക്കിലാണ് എല്ലാ സാരീസും വരുന്നത്. ഇതെല്ലാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. അതെല്ലാം നമുക്കൊരു ക്രിസ്മസ് അറ്റയർ ആയിട്ടും അങ്ങനെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഒരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷൻസും ആപ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. എല്ലാം വിത്തൗട്ട് ബോർഡർ ആണ്. ബോർഡർലെസ് സ്റ്റൈലിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത് ത്രൂ ഔട്ട് ദ സാരി. വിത്ത് സിമ്പിൾ പല്ലു, ഗീച്ച വീവില് ഗോൾഡൻ സെറി വുവൺ പാറ്റേണുള്ള സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും ഷോർട്ട് പല്ലു വന്നിട്ട്. റണ്ണിങ് ബ്ലൗസ് യെല്ലോ ആണ്, നല്ലൊരു പേസ്റ്റൽ യെല്ലോ വിത്ത് എമറാൾഡ് ഗ്രീൻ ആണ് അടുത്ത സാരിയിലെ ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത് കേട്ടോ. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും ഒരു പേസ്റ്റൽ യെല്ലോ വിത്ത് ഗ്രീനിൽ ഇൻഡിവിജ്വൽ മോട്ടീവ്സും വരുന്നുണ്ടാവും ഫുൾ സാരിയിൽ. സിമ്പിൾ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഫുൾ അതേ പാറ്റേണിൽ തന്നെ. ലാവൻഡർ ആൻഡ് പേർപ്പിൾ, എമറാൾഡ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരിക ഫുൾ സാരി. പല്ലു, ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ഇതേ വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. ഓക്സ്ഫോർഡ് ബ്ലൂ, നേവി ബ്ലൂ, എമറാൾഡ് ഗ്രീൻ ഈ 3 കളർ പാലറ്റിലാണ് അടുത്ത സാരിയിൽ ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സും ഇൻഡിവിജ്വൽ മോട്ടീവ്സും വരുന്നുണ്ട്. ബോർഡർലെസ് സ്റ്റൈൽ ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി.
വിത്ത് റണ്ണിങ് ബ്ലൗസ്. വളരെ എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പ്യുവർ നോയിൽ ടെസറിന്റെ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. ഡിഫറെന്റ് കോമ്പിനേഷൻസിലും ഡിഫറെന്റ് പാറ്റേണിലുമായിരുന്നു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നത്. പേൾ ക്രീം ആയിരുന്നു എല്ലാ സാരീസിന്റെയും ബേസ് വന്നിട്ട്. ഡിഫറെന്റ് കളേഴ്സിലുമായിരുന്നു സാരി വന്നത്. ലാസ്റ്റ് സാരി വരുന്നതും സോഫ്റ്റ് കളറിൽ തന്നെ കേട്ടോ. പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പീച്ച് ആൻഡ് എമറാൾഡ് ഗ്രീൻ ആയിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. പാറ്റേണും ഡിസൈൻ എല്ലാം സെയിം തന്നെ. മുന്താണി ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.